ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി എഗ്ലെസ് മാവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തൊരു റെസിപ്പിയാണ്. ഒരു ഹിന്ദി ചാനലാണ്, ടെറസ് കിച്ചൺ എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ. പക്ഷേ സൂപ്പറാണ് കേട്ടോ. ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ടേസ്റ്റും പൊളിയാണ്, അടിപൊളിയാണ്. പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളും ഇവിടെ മക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാവ തയ്യാറാക്കി എടുക്കണം കേട്ടോ. മാവ എന്നാണോ മേവ എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല പ്രൊണൗൺസിയേഷൻ. എന്നാലും നമുക്ക് ആ സംഭവം ഒന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം കേട്ടോ. അത് 2 ഘട്ടമായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പരുവം, ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാവ തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ ചെയ്തപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. ഇനി ഈ പ്രിപ്പയർ ചെയ്ത് എടുത്ത മേവ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ചൂടാറിയതിന് ശേഷം പൊടിച്ച പഞ്ചസാര, കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. പൊടിച്ച പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ വേണ്ടി വരും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടുന്നത് മൈദയാണ്. മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും എനിക്ക് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വന്നത്. ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിവിടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി നമ്മളിതിവിടെ ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പാനിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 12 എണ്ണം ഉള്ള പാനാണ്. ഇത് തീരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അടിയിലൊരു പഴയ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ആ ഒരു പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താലും മതിയാവും. എങ്കിൽ പോലും അടിക്ക് പിടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ഷമ തീരെ ഇല്ലാഞ്ഞതുകൊണ്ട് ഒരെണ്ണം ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എനിക്കത് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതെനിക്കിങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇളക്കാവൂ കേട്ടോ. ഇത് പെട്ടെന്ന് കത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് മുമ്പേ തന്നെ ഞാൻ 3 എണ്ണം ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടൈമിലാണ് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം ഇളകി വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്ക് സൈഡ് വന്നിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് തന്നെ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു 1 ടൈം എങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചിലുള്ള സംഭവമാണ്. അപ്പോൾ ടോട്ടൽ എനിക്ക് 24 കുട്ടി കുട്ടി കേക്ക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ എല്ലാം സെറ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതിയോളം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കി കിട്ടിയ സംഭവം കൊണ്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം. നമുക്കിത് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിന് വേറെ ഒരു സോസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പ്ലെയിനായിട്ട് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പായസത്തിൻ്റെ ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.